ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കുമളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. അവിടെ പോയിട്ട് കുറച്ച് പരിപാടി, അവിടുത്തെ കുഞ്ഞുങ്ങളെ ടെറാറിയം നിർമ്മാണം, കൊക്കഡാമ നിർമ്മാണം, പിന്നെന്തായിരുന്നു ടേബിൾ ടോപ്പ് ഗാർഡൻ, ഇത് മൂന്നെണ്ണം പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുമ്പക്കാടനയിലാണ് നമ്മൾ ഇന്ന് ഹൈ റേഞ്ച് കയറാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഇതാണ് ക്ലോസ്ഡ് ടെറാറിയം. എന്താണ് ക്ലോസ്ഡ് ടെറാറിയം? എന്താണെന്ന് അറിയാമോ? എന്താണ്? മൂടി വെച്ച ക്ലോസ്ഡ് ടെറാറിയം ആവും. സത്യമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ക്ലോസ്ഡ് ടെറാറിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലോസ്ഡ് ടെറാറിയം ആരാ ഉണ്ടാക്കിയതെന്നറിയാമോ? ആദ്യമായിട്ട് ഞാനോ? 1842 അല്ലേ? നഥാനിയേൽ ബക്ഷോവാർഡ്. ആരാണ്? വർഷോപ്പല്ലടാ, ബക്ഷോ. നഥാനിയേൽ ബക്ഷോവാർഡ് എന്ന് പറയുന്ന ഒരു ബോട്ടണിസ്റ്റ് ആരാ? ചെടികളെ പറ്റി, മണ്ണിലെ സൂക്ഷ്മജീവികളെ പറ്റിയൊക്കെ പഠിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബോട്ടണിസ്റ്റ് മണ്ണിലെ സൂക്ഷ്മജീവികളെ പറ്റി പഠിക്കാൻ, ഇൻസെക്ട്സ് കേട്ടിട്ടുണ്ടല്ലോ, മണ്ണിലെ എല്ലാം ആയാണ്. മണ്ണിലെ സൂക്ഷ്മജീവികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ മണ്ണ് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. മേൽമണ്ണ് ഇങ്ങനെ നമ്മുടെ തോട്ടത്തിലൊക്കെ മേൽമണ്ണ് ഇങ്ങനെ പതുക്കെ നീക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ള പ്രാണികൾ, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഇൻസെക്ട്സ് നമ്മുടെ എവിടെയുണ്ട്? മണ്ണിലുണ്ട് അല്ലേ? അതായത് ചെടികൾക്ക് നല്ലത് വരുത്തുന്നതും ചീത്ത വരുത്തുന്നതുമായിട്ടുള്ള പല ഇൻസെക്ട്സും എവിടെയുണ്ട്? നമ്മുടെ മണ്ണിലുണ്ട്. അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നഥാനിയേൽ ബെക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, കുറേ ബോട്ടിൽസ് എടുത്ത്, ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിൽസ് എടുത്തു. അപ്പോൾ ഓട് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തെല്ലാം പല സ്ഥലത്തിലെ മേൽമണ്ണുകൾ ഇങ്ങനെ എടുത്തിട്ടു. അപ്പം മേൽമണ്ണ് എടുത്തിട്ടിട്ട് അദ്ദേഹം സൂക്ഷ്മജീവികളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മേൽമണ്ണ് എടുത്തിട്ടത്. പക്ഷെങ്കിൽ അദ്ദേഹം കാണാതെ ഇരുന്ന ഒരു ബോട്ടിൽ ഒരു മൂലയ്ക്കിരുന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഒരു ഫേൺ കിളിച്ചു വന്നിരിക്കും. ഫേൺ എന്താണെന്നറിയാമോ? കണ്ടിട്ടുണ്ട്? പന്നൽ ചെടികൾ കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ പുറവശം കൊണ്ട് ഇങ്ങനെ കയ്യിലൊക്കെ ആക്കുമ്പോൾ പ്രിന്റ് വരും. അതിൻ്റെ പുറകിലത്തെ പൊടി കൊണ്ട് പ്രിന്റ് വരും ഉണ്ടല്ലേ? അപ്പോൾ അന്നേരം അതാണ് ശരിക്കും പന്നൽ ചെടി. ഒരു ഫേൺ അതിൻ്റെ അകത്ത് കിളിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചത്, ഈ ഫേൺ ഇങ്ങനെ കിളിക്കാൻ കാര്യം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനകത്ത് എങ്ങനെയാണ് ഈ ഫേൺ കിളിച്ചതെന്ന് അതിങ്ങനെ പഠനാർത്ഥം അദ്ദേഹം കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനാണ്. ബ്രിട്ടനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ചെടികൾ കൊണ്ടുപോകണം. ബ്രിട്ടനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ചെടികൾ കൊണ്ടുപോകണമെങ്കിൽ അന്ന് വിമാനമാർഗമൊന്നുമില്ല, കപ്പൽ മാർഗമാണ് ഇത് കൊണ്ടുപോകേണ്ടത്. കപ്പൽ മാർഗം കൊണ്ടുപോകണമെങ്കിൽ ഒരു 6 മാസം എടുക്കും. നമ്മൾ ഇവിടുന്ന് ഒരു ചെടി പറിച്ച് 6 മാസം നമ്മളൊരു ബാഗിനകത്താക്കി, ഒരു കവറിനകത്താക്കി കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉണങ്ങിക്കരിഞ്ഞിരിക്കും അല്ലേ? അപ്പം വാർഡ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഇതിൽ നിന്ന് ചിന്തിച്ചു, അപ്പം ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെടികൾ ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ഒരു ആശാരിയെ വിളിച്ചു. ആശാരിയെ കൊണ്ട് ഒരു ചില്ല് കൊണ്ടൊരു പെട്ടി ഉണ്ടാക്കി. മനസ്സിലായോ? ചില്ല് കൊണ്ട് ഒരു പെട്ടി ഉണ്ടാക്കി. അതിൻ്റെ അടിയിൽ മേൽമണ്ണ്, പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ വാട്ടർ ബോഡി ഉണ്ടാക്കി. അതിപ്പോൾ ഞങ്ങൾ എങ്ങനെ വാട്ടർ ബോഡി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും താഴെ വാട്ടർ ബോഡി, അതിന് തൊട്ട് മുകളിലെ മേൽമണ്ണ്, അതിൻ്റെ മുകളിൽ ചെടികൾ വെച്ചിട്ട് ഇതിനെ എവിടെ കൊണ്ടുപോയി? ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയി. 6 മാസം കഴിഞ്ഞിട്ടും അത് നല്ല ഫ്രഷ് ആയിട്ടിരുന്നു. ഇത് ഞാൻ ഏകദേശം 1.5 വർഷമായി ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട്. എങ്ങനെ ഇരിക്കുന്നു? നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ടല്ലേ? ഇതിൻ്റെ ഈ കിളിച്ച് വന്നേക്കുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ നട്ടതല്ല, ഞാൻ മുളച്ചതാ.
അതായത് നമ്മുടെ പറമ്പിൽ നിന്നൊരു മരത്തിൻ്റെ ചെറിയ പായൽ നിന്നൊരു മരത്തിൻ്റെ കഷ്ണം ഒടിച്ച് ഇതിൻ്റെ അകത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വള്ളിയുടെ എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് അവത്തിൽ നിന്ന് കിളിച്ചാണ് ഇത്രയും കയറി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത്, കണ്ടോ, ഇത് ഫേൺസ് ആണ്. ഒരു ഫേണുണ്ട്, വേറൊരു ചെടിയുണ്ട്, വേറൊരു പനയുടെ മിനിയേച്ചർ പനയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് സീഡ്, ഇതിന് മണ്ണിൽ കിടക്കുന്ന സീഡ് ഇങ്ങനെ കിളിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? കാണണോ? അതും എല്ലാവരും ഒന്നുകൊണ്ട് കാണിച്ചേ. തെള്ളിപ്പൊട്ടി താഴെ ഇടരുത്. അവൻ സൂക്ഷ്മജീവികളെ നോക്കുവാന്ന് അതിൻ്റെ അകത്ത്. കണ്ടോ? അപ്പൊ ഇത് ക്ലോസ്ഡ് ടെറാറിയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിന്റെ ഉള്ളിൽ മഴ പെയ്യുമോ? ഇതിന്റെ ഉള്ളിൽ മഴ പെയ്യും. ഇതിന്റെ മുകളിലത്തെ ഈർപ്പം കണ്ടില്ലേ? എങ്ങനെ മഴ പെയ്യുന്നത് നമ്മുടെ ഭൂമിയിൽ? അടിയിൽ നിന്ന് പോയിട്ട് മേപ്പിൽ നിന്ന് താഴോട്ട് വരും. അതെ, നമുക്കറിയാം മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതിൻ്റെ അടിയിൽ ഒരു വാട്ടർ ബോഡി ഉണ്ട്. ഈ വാട്ടർ ബോഡിയിൽ നിന്ന് ആവി അടിച്ചിട്ട് ആവി എവിടെ വരും? മോളി വരുമ്പോൾ അവർക്ക് വെളിയിലേക്ക് പോകാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് തട്ടി നിന്നിട്ട് അതെന്താവും? വെള്ള തുള്ളികളായിട്ട് താഴേക്ക് വീണ്ടും പതിക്കും. അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കേണ്ട സ്ഥിതി എപ്പോഴാണെന്നറിയാമോ? ഈ മേളിലത്തെ ഈ മൂടാപ്പ് മാറുമ്പോൾ. ഇപ്പോൾ ഈ കണ്ടില്ലേ, നിങ്ങൾ ഈ കാണുന്ന ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്നാണ് ഈ വെള്ളത്തുള്ളി നമുക്ക് വിസിബിൾ അല്ലാതെ വരുന്നത്, അന്ന് മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുവരെ ഇത് ഒന്നും വേണ്ട, വെള്ളം ഒന്നും ഒഴിക്കണ്ട. നമുക്ക് വീടുകളിലെ ജനലിൻ്റെയൊക്കെ അടുത്ത് ഇത് സൂക്ഷിച്ചാൽ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ, ഇപ്പോൾ ഈ ജനലിൻ്റെയൊക്കെ സൈഡിൽ ഒക്കെയുള്ള സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഇരിക്കും. ഇതിനിയും എങ്ങനെ ഉണ്ടാക്കാൻ പോണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ജഗ്ഗാണ്. ജഗ് എന്ന് കേട്ടപ്പോൾ എന്തുവാടാ കണ്ണൊക്കെ ഒന്ന് തള്ളി വരുന്നേ? അപ്പോൾ ഈ ജഗ്ഗിന് ഉള്ളിലാണ് നമ്മൾ ഒരു ടെറാറിയം, ക്ലോസ്ഡ് ടെറാറിയം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയ സംഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ആ വലയും കിടന്നേ ഡെന്നിസ് ഇച്ചിരി ക്ലോസ് ചെയ്യണേ. ബ്ലാക്ക്. ഇതെന്താണ്? വലയാണ്. അതായത് നമ്മളെ കൊതുക് വലയില്ലേ, ഇത് ഇങ്ങനത്തെ സംഗതികളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഇച്ചിരി കട്ടിയുള്ള വലയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ബേസിനനുസരിച്ച് എന്ത് ചെയ്യണം? ഈ വലയൊന്ന് കട്ട് ചെയ്തെടുക്കണം. അവൻ പഠിച്ചല്ലോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് തിരിച്ചിങ്ങനെ വെക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് കയറ്റിയിടുന്നതിന് മുമ്പ് ഇത് നമ്മൾ ക്ലേ ബോളാണ് എടുത്തിരിക്കുന്നത്. ക്ലേ ബോൾ കിട്ടാത്തവർക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മെറ്റിൽ കഷ്ണങ്ങളില്ലേ, ചെറിയ മെറ്റിൽ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഗ്രാവൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ചരൽ, മണലിൻ്റെ ചരലില്ലേ, അല്ലെങ്കിൽ ഓടിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അതിങ്ങനത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ
ക്ലേ ബോൾ മുങ്ങിക്കിടക്കേണ്ട രീതിയിലുള്ള അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറമ്പിൽ നിന്ന് ചിരണ്ടിയെടുത്ത മേൽമണ്ണ് ഇട്ട് കൊടുക്കാം. എന്തിനാ വല വെച്ചെന്നറിയാമോ? എന്തിനാ? അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചു കൊടുത്തു. വല വെക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് നമ്മുടെ താഴത്തെ വാട്ടർ ബോഡിയിലോട്ട് ഈ മണ്ണ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് ചെളിയായിട്ട് പോവും. അപ്പോൾ അന്നേരം പ്രശ്നമാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? വല ഇട്ട് വെച്ചത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു 2 പ്ലാന്റ്സ് വയ്ക്കാം. ഈ ഒരു പ്ലാന്റ് എടുത്തു. നിങ്ങൾക്ക് ഫാൻ പോലുള്ള പ്ലാന്റ്സ് ഇല്ലേ, അതൊക്കെ വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കല്ല് വന്നിട്ട്. പിന്നെ നമ്മുടെ ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ മരത്തിൻ്റെ തൊലിയാണ്. മരത്തിൻ്റെ തൊലി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതെന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇപ്പം നമ്മളെ മരത്തിലൊക്കെ പിടിച്ചിരിക്കുന്ന പായൽ വയ്ക്കും. പായൽ കണ്ടില്ലേ? ഇത് നിങ്ങളുടെ നാട്ടിലുള്ള പായലാണ്, നല്ല പായലാണ്. കാരണം ഇത് ശകല ഈർപ്പം വരുമ്പോഴത്തേക്ക് നല്ല പച്ചപ്പായിട്ട് നിൽക്കും. അപ്പോൾ അതിങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റേ വീട് അതിൻ്റെ അത്തിരിപ്പുണ്ട്. നമുക്കേ എനിക്ക് ഈ ഇങ്ങനത്തെ സംഗതികളിലൊക്കെ ഈ കാട്ടിലൊക്കെ വസിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആ കാട്ടിലൊക്കെ പോകുമ്പോൾ താമസിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ചെറിയ വീട് വേണം. അപ്പോൾ ആ വീട് കൊണ്ട് ഞാൻ ഇതിൻ്റെ അത് സെറ്റ് ചെയ്യുക. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാൻ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ശകലം പായലൊക്കെ വെച്ചേക്കാം. വേണ്ട. വെള്ളം ഇത് ഈ ടെറാറിയം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കത്രികളൊക്കെ ഇല്ലേ, വളമുള്ള കത്രികളൊക്കെ, അതൊക്കെയാണെങ്കിൽ നമുക്ക് കുപ്പിക്ക് വാവട്ടം കുറവാണെങ്കിൽ ഈ കത്രികയും കൊണ്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ കത്രികയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വാട്ടർ ബോഡി എവിടെ നിൽപ്പുണ്ട്? താഴെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേൽവശം കൂടെ ഒന്ന് നനയാൻ വേണ്ടിയിട്ട് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ പായലും കൂടെ ഒന്ന് നനയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത്രയും സംഗതികൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? നോക്കിക്കേ, കണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എല്ലാവരും ഒന്ന് കൊണ്ട് കാണിച്ചേ. അസിസ്റ്റന്റ് വേഗം കൊണ്ട് കാണിക്കൂ.
എന്താ മോനെ? അല്ല മോനെ, അതിന് ടൈറ്റാ, അടപ്പ് ടൈറ്റാ. പ്ലാസ്റ്റിക് വെക്കുന്ന ഇത് പ്ലാസ്റ്റിക് ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അടപ്പ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്തത്. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടൊരു അടപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല.